നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയ പാരായണമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ 3 ദശകങ്ങൾ പിന്നിട്ടു. ഭഗവാനോട് ഭക്തകവി ആദ്യമായിട്ട് എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ, അങ്ങയുടെ പാദപൂജ നടത്താനുള്ള ആരോഗ്യം തരണേ, എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം വളരെ ശക്തി പ്രാപിക്കണേ എന്ന് പ്രാർത്ഥിച്ചവിടെ വെച്ചു. ഇനി 4-ാമത്തെ അധ്യായത്തിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള നാരായണീയത്തിലെ ദശകം. ഈ ദശകത്തിൽ പറയുന്നത് 8 അഷ്ടാംഗ മാർഗങ്ങൾ. 8 മാർഗങ്ങളിലൂടെയാണ് ഭഗവത് ഭക്തി ഉണ്ടാവുക എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൻ്റെ ഒരു കാച്ചി കുറുക്കിയെടുത്ത രൂപമാണല്ലോ നാരായണീയം. ഭാഗവതം 2 അധ്യായങ്ങളിലായിട്ട് 2-ാമത്തെ ദശകത്തിൽ ഉള്ള അധ്യായങ്ങളിലാണ് ഈ അഷ്ടാംഗ മാർഗങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ ഭക്തകവിക്ക് ഭാഗവതത്തിലെ നിർദ്ദേശമനുസരിച്ച് അഷ്ടാംഗ ഹൃദയപ്രാപ്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുവാൻ താല്പര്യമുണ്ട്. അഷ്ടാംഗ മാർഗങ്ങൾ എന്ന് പറയുന്നത് വേദാന്തങ്ങളൊക്കെയാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതൊക്കെയാണ്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, വേദാന്ത കാര്യങ്ങളാണ്. ഭാഗവതത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദ്വിതീയ സ്കന്ധം, 2-ാമത്തെ സ്കന്ധത്തിലെ 1-2 അധ്യായങ്ങളൊക്കെ പറയണതാണ്. അതിൻ്റെ ചുരുക്കമായ കാച്ചിക്കുറുക്കിയെടുത്ത സത്തയാണ് ഈ ദശകത്തിൽ ഭക്തകവി പറയുന്നത്. ഈ ഭഗവാനോടുള്ള ഭക്തി ഈ അഷ്ടാംഗയോഗം അനുസരിച്ച് ഉണ്ടാകാനായിട്ട് ഭക്തകവി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ശ്ലോകത്തിലേക്ക് പോവുക. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 3-യ സ്കന്ധം തൊട്ട്, ആദ്യത്തെ സ്കന്ധം എന്ന് പറയുന്നത് 3 ദശകം കൊണ്ട് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധമാണ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചത്. പ്രഥമ സ്കന്ധത്തിൽ 19 അധ്യായമൊക്കെ ഉണ്ട്. 19 അധ്യായം ഭാഗവതം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ 2-ാമത്തെ ദശകത്തിലെ ദ്വിതീയ സ്കന്ധം തൊട്ട് 2-ാമത്തെ സ്കന്ധം മുതൽക്ക് ഉള്ള ഭാഗങ്ങളാണ്, ഈ 1-2 അധ്യായങ്ങളാണ് ഈ അഷ്ടാംഗ യോഗത്തെപ്പറ്റി പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. വളരെ എളുപ്പമാണ് കേട്ടോ. അത് പാടാനാണെങ്കിൽ നല്ല സുഖവും. ഒന്ന് കേട്ടു നോക്കൂ. കുല്യതാം മമ കുരുഷ്യതാവതി കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. രഥോന്നത വൃത്തത്തിൽ, അതായത് ചെറിയ ചെറിയ കുറച്ച് വരികൾ മാത്രമുള്ള വരികളുള്ള ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്. ഒന്നുകൂടി വായിക്കാം. കല്യതം മമ കല്യതം മമ കുരുഷ്വ താവതി കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. അതായത്, ഹേ വരദ, വരങ്ങളൊക്കെ നൽകുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ, യയാ ഭവദുപാസനം കല്യതേ മമ താവതിം കല്യതാം കുരുഷ, വരം നൽകുന്ന ഗുരുവായൂരപ്പ, എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടത്തെ ഉപാസനം ഞാൻ ചെയ്യുന്നുവോ, എനിക്ക് ആരോഗ്യം കിട്ടുമ്പോൾ ഞാൻ അങ്ങയെ ഉപാസിക്കും. ആ ഉപാസനം ചെയ്യുമോ, എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കി തരണേ. ഇത്തിരി ഭക്തി വരുമ്പോൾ എൻ്റെ വ്യാധിയും ആദിയൊക്കെ ഇത്തിരി കുറയും. അപ്പം ഞാൻ അവിടുത്തെ ഉപാസിക്കും. അപ്പം കുറച്ചും കൂടെ ഭക്തി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ചും കൂടെ പൂജാദികളിൽ ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ആരോഗ്യവർദ്ധന അനുസരിച്ച് ഞാൻ അങ്ങയെ പൂജിക്കും. അങ്ങയുടെ പൂജ വർദ്ധിക്കും തോറും എനിക്ക് ആരോഗ്യം കൂടിക്കൂടി വരും എന്നാണ് പറയുന്നത്. പുഷ്ടയ അഷ്ടവിധയോഗചര്യയാ, പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട്, 8 വിധത്തിലുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് തന്നെ ആശുതവ തുഷ്ടി സ്പഷ്ടമാപ്നുയ, ആ ഒരു താമസവും കൂടാതെ അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായും പ്രാപിക്കും. ഞാൻ ഈ അഷ്ടാംഗമാർഗത്തിൽ കൂടെ തന്നെ
അങ്ങയെ പൂജിക്കും, ആരോഗ്യം വീണ്ടെടുക്കും, ഭക്തി വർദ്ധിക്കും, വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കും എന്നൊരു ദൃഢനിശ്ചയം കവി ഉൾക്കൊള്ളുകയാണ്. ആ ശ്ലോകം ഒന്ന് വായിക്കാം. കല്യതാം മമ കുരുഷ്വതാവതി കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഈ ശ്ലോകത്തിൻ്റെ അതായത് എൻ്റെ ആരോഗ്യം കിട്ടണതനുസരിച്ച് ഭക്തി വർദ്ധിക്കും, ഭക്തി വർദ്ധിക്കും തോറും ആരോഗ്യം വർദ്ധിക്കും എന്നുള്ള ആശയം സ്ഫുരിക്കുന്ന ഇതിൻ്റെ പരിഭാഷയൊന്ന് കേൾക്കും. ദേവാ നിന്നെ പൂജിക്കുവാൻ ആരോഗ്യമെനിക്ക് ഗീടുകിൽ. ദേവ, അങ്ങയെ പൂജിക്കാൻ എനിക്ക് ആരോഗ്യം നൽകുകയാണെങ്കിൽ അവിടുത്തെ പൂജകനായി തീർന്നിടും നൂനം. ഞാൻ അവിടുത്തെ പൂജിക്കുന്ന പൂജാരിയായിട്ട് മാറും, അക്കാര്യം തീർച്ച, നൂനം തീർച്ച. 8 വിധ യോഗചര്യ സ്വായത്തമാക്കിടും ഞാനും ഇഷ്ടദേവനാകും നിൻ്റെ പ്രീതി നേടിയിടും. 8 വിധത്തിലുള്ള യോഗചര്യ അനുസരിച്ച് തന്നെ ഞാൻ പൂജ ചെയ്യും, അവിടുത്തെ പ്രീതി ഞാൻ നേടും. എന്ന് വെച്ചാൽ അങ്ങയെ ഞാൻ സന്തോഷിപ്പിക്കും, അങ്ങ് എന്നെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ബ്രഹ്മചര്യ ദൃഢതാഭിർയമൈരാപ്ലവാദിനി യമശ്ചപാവിത കുർമകേ ദൃഢമമേ സുഖാസനം പങ്കജാദ്യമഭിവാഭവത്പരാ. എന്ത് രസം വായിക്കാമെന്ന് കേൾക്കൂ, ശ്രദ്ധിക്കൂ. ബ്രഹ്മചര്യ ദൃഢതാഭിർഭയമൈ ആപ്ലവാദിനിയമൈശ്ചപാവിത കുർമഹേ ദൃഢമമേ സുഖാസനം പങ്കജാദ്യമഭിവാഭവത്പര. ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുമ്പോൾ അമീന്ന് വെച്ചാൽ വയം ഭവത്പര, ഈ അടിയങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ ആശ്രയിക്കും. ഞങ്ങളൊക്കെ ഭഗവാനെ, അതിയുള്ളവരെ, സാധാരണക്കാരായിട്ടുള്ളവരെ, ഭഗവാനെ അങ്ങയെ തന്നെ ഞങ്ങളുടെ ആശ്രയിക്കും. ബ്രഹ്മചര്യ ദൃഢതാഭി, ഉറച്ച ബ്രഹ്മചര്യത്തോടുകൂടി, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങൾ എന്ന് പറയുന്നത് അഹിംസ, ആരെയും ഹിംസിക്കാതിരിക്കുക, പിന്നെ സത്യസന്ധമായിട്ടുള്ള ജീവിതം, ബ്രഹ്മചര്യം, അതൊക്കെയാണ് യമൈ. ആപ്ലവാദി നിയമൈച്ച, സ്നാനം, മനഃശുദ്ധി, ജപം, അങ്ങനെയൊക്കെയുള്ള ചര്യകൾ, അഷ്ടാംഗ യോഗത്തിലുള്ള ആദ്യത്തെ യമം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം, അഹിംസ തുടങ്ങിയവ. നിയമം എന്ന് പറയുന്നത് കുളിക്കാണ്ടിരുന്ന് നാമം ജപിക്കുമോ? കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക തന്നെ വേണം. പിന്നെ മനഃശുദ്ധി, ദുഷ്ടഗുണായ്മയൊക്കെ മനസ്സിൽ നിന്ന് മാറണം, തികഞ്ഞ ഭക്തിയോടുകൂടി തന്നെ, മനഃശുദ്ധിയോടുകൂടി തന്നെ. പിന്നെ ജപിക്കുക, ജപം, അതും ഒരു ചര്യയാണ്, അഷ്ടാംഗചര്യയിലെ ചര്യയാണ്. പാവിത, പരിശുദ്ധരായി തീർന്നിട്ട്, ശരീരവും മനസ്സും ശുദ്ധമായിട്ട്. സുഖാസനം അബീവ പങ്കജാദ്യം ദൃഢം കുർമഹേ, അതായത് സുഖാസനമോ പത്മാസനം, സ്വസ്തികാസനം മുതലായ ആസനം വെച്ച്, അതായത് യോഗചര്യയിൽ യോഗ പഠിക്കുന്നതിലുണ്ട് പത്മാസനം, പ്രാണായാമം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ. പത്മാസനത്തിലിരിക്കുക, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, സുഖാസനത്തിലിരിക്കുക. സുഖാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കാലം നീട്ടിയിരുന്ന് ജപിക്കാനാണോ സുഖം? അങ്ങനെ ആയിക്കോളൂ. ചമ്പ്രപ്പടിയിട്ടിരുന്ന് ജപിക്കാനാണോ ഇഷ്ടം? അതും ആവാം. ചിലർക്ക് അങ്ങനെയല്ല, ഒരു കാലും കൂടി പുറകോട്ട് വയ്ക്കുക, ഒരു കാല് നീട്ടി വയ്ക്കുക, അങ്ങനെ ഇരുന്ന് ജപിക്കാൻ, അതാവാം സുഖം. ഒരു കാലും മടക്കി വയ്ക്കാനേ പറ്റില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ എൻ്റെ വലത്തെ കാലിൻ്റെ മുട്ട് മാറ്റി വെച്ചേക്കണതാണ്, മുട്ടുവേദനയായിട്ടേ. അതുകൊണ്ട് എനിക്ക് ആ കാലം പുറകോട്ട് മുടക്കാൻ പറ്റില്ല, ചമ്പ്രപ്പടിയുടെ അതും പറ്റില്ല. അപ്പോൾ എങ്ങനെ ഞാൻ അല്പം വായിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യണമെന്നറിയാമോ? കുറച്ച് ഉയരമുള്ളൊരു സ്റ്റൂള്, ആ സ്റ്റൂളുമേ ഇരുന്നിട്ട് കാലിങ്ങനെ പിണച്ച് വയ്ക്കും. ചമ്പ്രപ്പടി കിട്ടുമെന്ന് എൻ്റെ ഒരു തോന്നലാട്ടോ, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ, അതാണ് സുഖാസനമെങ്കിൽ ആ സുഖാസനത്തിലിരുന്നു ആവാം നാമജപവും ഒക്കെ, കീർത്തനം ചൊല്ലിലുമൊക്കെ. അതാണ് പറയുന്നത്. പങ്കജാദ്യ ദൃഢം കുർമഹേ,
ഏത് വിധത്തിലിരുന്നിട്ടാണോ നമുക്ക് സൗകര്യം ആ വിധത്തിലിരിക്കാം. യമം, നിയമം, ആസനം, ഈ 3 യോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അഷ്ടയോഗം എന്ന് പറയുന്നതിലെ ആദ്യത്തെ 3 യോഗങ്ങളാണ് യമം, നിയമം, ആസനം. യമം ബ്രഹ്മചര്യം അനുഷ്ഠിക്കൽ നിർബന്ധമായിട്ട്, അതിന് സാധിക്കുന്നവരെ ആ ബ്രഹ്മചര്യയായി ജീവിക്കണം, ബ്രഹ്മചര്യമായിട്ട് എന്ന് തീരുമാനിച്ചിട്ടുള്ളവരൊന്ന് കൃത്യമായിട്ട് പാലിക്കണം. പിന്നെ കുളിക്കണം, ശരീരവും മനസ്സും ശുദ്ധമാക്കണം. പിന്നെ ഇരിക്കണത് സുഖാസനത്തിലാവാം. ഈ 3 മാർഗങ്ങൾ, ചര്യകൾ, യോഗചര്യകൾ ഇവിടെ പറഞ്ഞു ഈ ഒരു ശ്ലോകത്തിൽ. ആ വിധത്തിൽ എങ്ങനെ വേണമെങ്കിൽ യോഗാനുഷ്ഠാനം ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ ആ വിധത്തിലിരുന്ന് ഞാൻ ഭഗവാനെ ഭജിച്ചോളാം, അതാണ് പറയുന്നത്. ഈ ശ്ലോകം ഞാനൊരു പ്രാവശ്യം വായിക്കാം. ബ്രഹ്മചര്യ ദൃഢതാഭിർയമൈ രാപ്ലവാദിനിയമൈശ്ച പാവിത കുർമകി ദൃഢമമേ സുഖാസനം പങ്കജാദ്യമഭിഭാവവത്പര. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2ാമത്തെ ശ്ലോകമാണ്. ബ്രഹ്മചര്യമത്താലും സ്നാനാജപാചര്യയാലും ബ്രഹ്മചര്യമത്താലും സ്നാനാജപാചര്യയാലും സംശുദ്ധരായിത്തീരും ഞങ്ങൾ പങ്കജേക്ഷണ. ഞങ്ങൾ വളരെ ശുദ്ധ മനസ്സോടുകൂടി ശരീരവും മനസ്സും ശുദ്ധിയാക്കി സുഖാസനത്തിലേക്ക് ഇരിക്കും. പത്മാസനബദ്ധരായി ധ്യാനിച്ചിടും അവിരാമം. ചമ്പ്രപടിയിട്ട് ഇരിക്കാൻ പറ്റുന്നവരെ അങ്ങനെ തുടർച്ചയായിട്ടിരുന്ന് വിശ്രമമില്ലാതിരുന്ന് അങ്ങയെ ഭജിക്കും. പത്മധാരിയാകുമെൻ്റെ ഗുരുവാദേശ. ഈ ശ്ലോകം എങ്ങനെയാണ് പറയുന്നത്? ബ്രഹ്മചര്യമത്താലും സ്നാനാജപാചര്യയാലും സംശുദ്ധരായിത്തീരും ഞങ്ങൾ പങ്കജേക്ഷണ. പത്മാസനബദ്ധരായി ധ്യാനിച്ചിടും അവിരാമ പത്മധാരിയാകുമെൻ്റെ ഗുരുവാദേശ. ഭഗവാനെ ഞങ്ങൾ അവിടെ ധ്യാനിച്ച് ഞങ്ങൾ ഭക്തി നേടും. 3ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുകയാണ്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദതാപഹത്യാത്മകേ ഭവതുപാസനോന്മുഖ. അത ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ ആസ്മഹേ ഭവതുപാസനോന്മുഖ. പദം തിരിക്കുമ്പോൾ താരമന്തരനുചിന്യ സന്തതം പ്രാണവായു അഭിയമ്യ നിർമ്മല. വയം അന്തത്താരം സന്തതം അനുചിന്യ. ഞങ്ങൾ വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അടിയങ്ങൾ. അന്തത്താരം സന്തതം അനുചിന്യ, മനസ്സിലെ ഓങ്കാരത്തെ, ഓങ്കാരം എന്ന് പറയുന്നതാണ് പ്രണവം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് മതി നാമം. ഓം നാരായണായ, ഓം ഹരയേ. അങ്ങനെ ഓരോ മന്ത്രത്തിൻ്റെയും നാമത്തിൻ്റെയും മുൻപിൽ ഓങ്കാരത്തോടുകൂടി ജപിച്ചാലേ ആ മന്ത്രത്തിന് പൂർണ്ണ ശക്തി ഉണ്ടാവുള്ളൂ. അതായത് ഓംകാരമില്ലാത്ത ഒരു നാമജപങ്ങളും ഫലം ഉണ്ടാവില്ല. ഏതൊരു നാമജപം, ഓം നമ ശിവായ, ഓം കൃഷ്ണായ, ഓം ഭഗവതേ വാസുദേവായ, ഈ പ്രണവമന്ത്രത്തോടുകൂടി ഞങ്ങൾ ഇടമുറിയാതെ അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് പ്രാണവായു അഭിയമ്യ നിർമ്മല, ശ്വാസവായുവിനെ സ്വാധീനമാക്കി. അതായത് പ്രാണായാമം എന്നൊക്കെ പറയുന്ന യോഗചര്യയിലെ ഓരോ ഘട്ടങ്ങളാണ്. കാമക്രോധാദി ദോഷം അകന്നുപോയിട്ട്, അതാണ് പറയുന്നത് നിർമ്മല, അഭിയമ്യ നിർമ്മല, യാതൊരുവിധ ദോഷങ്ങളും മനസ്സിലില്ലാതെ കണ്ട്
അതാ ഇന്ദ്രിയാണി വിഷയാദപഹൃത്യ, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച്. ഇങ്ങനെ നാരായണ 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 എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓം നാരായണായ, ഓം നമോ നാരായണായ, ഓംകാരത്തോടുകൂടി നാമജപം നടത്തുക. ആ സമയത്ത് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിനോടടയ്ക്ക് ആരുടെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറയുക, അത് പാടില്ല. മനസ്സ് ഏകാഗ്രതയിലേക്ക് വരുത്തി ഓംകാരത്തോടുകൂടി നാമജപം നടത്തണം. അതാണ് ശരിയായ ജപം, അതിൻ്റെ രീതി. ആ ചര്യ അനുസരിച്ച് 8 ചര്യകളുള്ളതിൽ ഒരു ചര്യയാണ് അത് ശരിയായ നാമജപം, ജപം. അതനുസരിച്ച് ഭവതുപാസനോന്മുഖ, അവിടത്തെ ഉപാസിക്കുന്നതിൽ ആസ്മഹേ, ഞങ്ങൾ സന്നദ്ധരായിട്ടിരുന്നോളാം, ഞങ്ങളത് ശ്രദ്ധിച്ച് വേണ്ടോളം തന്നെ ഇരുന്നോളാം. പ്രാണായാമം പ്രത്യാഹാരം എന്ന 2 യോഗചര്യ അനുസരിച്ച് ഞങ്ങൾ നാമം ജപിച്ചോളാം. ശ്വാസം ഒതുക്കി നിർത്തി പ്രണവ മന്ത്രത്തോടു കൂടി നാമം ജപിക്കുക. അത് 2 പ്രാണായാമത്തിലും പ്രത്യാഹാരത്തിലും വരുന്നു എന്നാണ് ഈ ഇതിൽ പറയുന്നത്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല, പ്രാണവായു ഒതുക്കി നിർത്തി ഞങ്ങൾ ശ്വാസം പിടിച്ച ഓങ്കാരത്തോടെ നാമം ജപിക്കാം. ഇന്ദ്രിയാണി വിഷയാദപാകൃത്യസ്മഹേ ഭവതുപാസനോന്മുഖ, അങ്ങനെ തന്നെ ഞങ്ങൾ മനസ്സിൽ ധ്യാനിക്കുള്ളൂ കേട്ടോ നാമം ജപിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ സന്നദ്ധരായിട്ട് ഇരുന്നു കൊള്ളാം എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷയൊന്ന് കേൾക്കാം. ഓംകാരമന്ത്രത്തെ അന്തരംഗത്തിങ്കൽ ഓർത്തുകൊണ്ട്, ഞങ്ങൾ നാമം ജപിക്കുമ്പോൾ എങ്ങനെയാണ് എന്താ ചെയ്യാമെന്നറിയാമോ? ഓംകാരമന്ത്രത്തെ അന്തരംഗത്തിൽ ഓർത്തുകൊണ്ട് ജീവവായു അടക്കി ഞാൻ ധ്യാനം ചെയ്തിടാം. ഞാൻ ധ്യാനിക്കുന്നത്, നാമം ജപിക്കുന്നത് അങ്ങനെ ചെയ്തോളാം. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു, എൻ്റെ കണ്ണുകൾ മറ്റൊന്നിലേക്കും തിരിയില്ല. ഇന്ദ്രിയ നിഗ്രഹം, കാതുകൾ മറ്റൊന്നും കേൾക്കുകയില്ല. ഞാനൊന്നും തന്നെ എൻ്റെ മനസ്സിൽ ഭഗവത് വിഗ്രഹം, ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു എന്നും പൂജ ചെയ്യാം. ചന്ദ്രവംശജാതനാകും പൊന്നുണ്ണി കണ്ണ, ഓങ്കാരമന്ത്രത്തെ അന്തരംഗത്തിങ്കലോർത്തുകൊണ്ട് ജീവവായു അടക്കി ഞാൻ ധ്യാനം ചെയ്തിടാം. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു എന്നും പൂജ ചെയ്യാം. ചന്ദ്രവംശ ജാതനാകും പൊന്നുണ്ണി കണ്ണ എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടെ എടുക്കാം, പറയാം. അസ്ഫുടേ വഭുഷിതേ പ്രയത്നദോ ധാരയേ മദിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാദ്രത മുദ്വഹേ മാ ഭവദംഘ്രി ചിന്തക. അസ്ഫുടേ വഭുഷിതേ പ്രയത്നദോ ധാരയേ മദിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാദ്രത മുദ്വഹേ മാ ഭവദംഘ്രി ചിന്തക. എന്താ പറയുന്നത്? വയം തേ അസ്ഫുടേ വപുഷി പ്രയത്നത ദിഷണാമുഹുമുഹു. അടിയങ്ങൾ അവിടുത്തെ വയം, സ്പഷ്ടമല്ലാത്ത വിഗ്രഹത്തെ. ഇപ്പം നോക്കുമ്പോൾ ഞങ്ങൾക്ക് വിഗ്രഹം അങ്ങോട്ട് വ്യക്തമായിട്ട് കാണുന്നില്ലല്ലോ ശ്രീകോവിലിൽ. അസ്പുഷ്ടേ എന്നല്ലേ പറയണ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. ആ വ്യക്തമല്ലാത്ത സ്പഷ്ടമല്ലാത്ത വിഗ്രഹത്തിൽ പ്രയത്നത ദിഷണാമുഹുമുഹുദാരയേമം, പണിപ്പെട്ട് ഞങ്ങളുടെ ദിഷണം എന്ന് പറഞ്ഞാൽ ബുദ്ധി പണിപ്പെട്ട് ബുദ്ധിമുട്ടി, പ്രയത്നത ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളുടെ ബുദ്ധിയെ വീണ്ടും ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. ഭഗവാനെ ഞങ്ങൾ ആ സ്പഷ്ടമാണെങ്കിൽ ആ വിഗ്രഹം തന്നെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. ഭവദംഘ്രി ചിന്തക വയം, ഞങ്ങൾ ആ തൃപ്പാദങ്ങളെ, അഘ്രി എന്ന് പറഞ്ഞ പാദങ്ങൾ, ഭവദംഘ്രി അങ്ങയുടെ പാദങ്ങൾ ഞങ്ങൾ മനസ്സിൽ അങ്ങോട്ട് ചിന്തിച്ചോളാം, അത് തന്നെ ധ്യാനിച്ചോളാം.
തേന ഭക്തിരസം മന്ദ ആർദ്രത ഉദ്വഹേമ. ധാരണാ പരിശീലനം കൊണ്ട് ഭക്ത്യാനന്ദത്തെയും ഹൃദയാർദ്രീഭാവത്തെയും ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് ഭഗവത്വിഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും, ഭഗവത്പാദം ഞങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും. അങ്ങനെ ഞങ്ങൾ അവിടത്തെ തന്നെ ആശ്രയിച്ച് അങ്ങോട്ട് പരിശീലനം കൊണ്ട് ആ ഹൃദയാർദ്രീഭാവത്തെ, ധാരണ എന്ന് പറയുന്ന ഒരു യോഗചര്യയാണ് ഈ പറയുന്നത്. അവ്യക്തമായ വിഗ്രഹത്തെയാണെങ്കിൽ ഞങ്ങൾ മനസ്സിൽ ഉറച്ച് പാദങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ നാമം ജപിച്ചുകൊള്ളാം. അസ്ഫുടേ വഭുഷിതേ പ്രയത്നദോ ധാരയേ മതിഷണാം മുഹുർമുഹുർ തേന ഭക്തിരസമന്തരാർദ്രത മുദ്വഹേമ ഭവദംഗ്രി ചിന്തക. ഞങ്ങൾ ആ പാദങ്ങൾ തന്നെ മനസ്സിൽ ധ്യാനിച്ചോളാം. ഈ ഇതിൻ്റെ പരിഭാഷ നോക്കും. അസ്പഷ്ടമാം ഭഗവാന്റെ അത്ഭുത രൂപത്തിൽ എന്നും ആസക്തിയും അതിനായി ശക്തിയും വേണം. ഞങ്ങൾക്ക് ശക്തി വേണം അസ്പഷ്ടമായ വിഗ്രഹത്തിൽ ഞങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ. അംബുജ സമാനമാം നിൻ പാദങ്ങളെ ചിന്തിക്കുമ്പോൾ താമരപ്പൂവിൻ്റെ നിറമുള്ള അവിടുത്തെ പാദങ്ങളെപ്പറ്റി ഞങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഭക്തിയും ചിത്രാന്തതയും വന്നിടും നൂനം. ആ പാദങ്ങളുടെ മനോഹാരിതകൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വരികയാണ് ഭക്തി. അതാണ് പറയുന്നത്. അസ്പഷ്ടമാം ഭഗവാന്റെ അത്ഭുതാരൂപത്തിലെന്നും ആസക്തിയും അതിനായി ശക്തിയും വേണം. അംബുജ സമാനമാം നിൻ പാദങ്ങളെ ചിന്തിക്കുമ്പോൾ ഭക്തിയും ചിത്രാർദ്രതയും വന്നിടും നൂനം. ഭക്തിയും മനസ്സിൽ ആർദ്രഭാവം കരുണഭാവവും ഞങ്ങൾക്ക് താനെ വന്നുകൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കൽ ഇവിടെ നിർത്തുകയാണ്. 4 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു. അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പ് ഇത് പല പ്രാവശ്യം, ദിവസത്തിലൊരു പ്രാവശ്യമെങ്കിലും കേൾവിക്കാരായിട്ട് ആൾക്കാരുണ്ടാവണേ ഗുരുവായൂരപ്പ. അവരുടെ ഉള്ളിൽ അല്പമെങ്കിലും ഭക്തി ഉണ്ടാക്കാൻ ഇതൊരു സഹായമാകുമെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. ഓം നമോ ഭഗവതി വാസുദേവായ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ നാരായണീയ ക്ലാസ്സുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ കമൻറ്റിലൂടെ. നിങ്ങളുടെ ഒരു ആഗ്രഹം എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കുകയാണ് ഈ നാരായണീയ പാരായണത്തിലൂടെ. എല്ലാവർക്കും നന്ദി.